കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കുന്നത്. ഐ എം ഹാപ്പി ടു ബി ബാക്ക് ടു ക്രിയേറ്റിംഗ് യൂട്യൂബ് വീഡിയോസ്. കൊറോണ ലോക്ക്ഡൗണിൽ വീട്ടിൽ പേടിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. ഈ കൊറോണ കാലത്ത് ആകെ കിട്ടിയ ഒരു ഗുണമാണ് സമയം കൊണ്ട് കുറേ അധികം പുസ്തകങ്ങൾ വായിക്കാൻ പറ്റി. അതിലൊരു ഇൻട്രസ്റ്റിംഗ് ബുക്കാണ് ആറ്റോമിക് ഹാബിറ്റ്സ് ബൈ ജെയിംസ് ക്ലിയർ. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഈ പുസ്തകം വായിക്കാം. ഇതിൽ നമ്മുടെ ഹാബിറ്റ്സ് എങ്ങനെയാണ് ബിൽഡ് ചെയ്യേണ്ടത് അതിനെ പറ്റിയിട്ട് കുറേ ഡെപ്തിൽ എഴുതിയിട്ടുണ്ട്. റീസെൻ്റ്ലി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഹെൽത്തി ഹാബിറ്റ്സിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. ഏത് രീതിയിലായിട്ടുള്ള എക്സസൈസ് ആയാലും അത് ബോഡിക്ക് നല്ലതാണ്. എൻ്റെ ഫേവറേറ്റ് ഫോം ഓഫ് എക്സസൈസ് എന്ന് പറയുന്നത് വാക്കിംഗ് ആണ്. 2000 രൂപയ്ക്ക് വാങ്ങിച്ച ഒരു ഫിറ്റ്നസ് ട്രാക്കറാണിത്. ഇതാണ് ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ പറ്റും. വാ നമുക്ക് നടക്കാൻ പോവാം, അല്ലെങ്കിൽ 10,000 സ്റ്റെപ്സ് ആയി കഴിയുമ്പോൾ കോൺഗ്രാറ്റുലേഷൻസ് എന്ന് പറയുന്ന ഒരു ഫ്രണ്ടാണ് ഈ ഫിറ്റ്നസ് ട്രാക്കർ. ന്യൂക്ലിയർ ഫാമിലി, വെർച്വൽ ഫ്രണ്ട്ഷിപ്പ്, ഇത്തരം ജീവിതശൈലിയുടെ ഇടയിൽ എനിക്ക് ടെക്നോളജി, ഗാഡ്ജറ്റ്സ് എന്നൊക്കെയാണ് കൂടുതൽ റിയൽ ആയിട്ട് തോന്നി തുടങ്ങിയിരിക്കുന്നത്, കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി തുടങ്ങിയിരിക്കുന്നത്. 10,000 സ്റ്റെപ്സ് നടന്നിട്ട് എനിക്ക് വളരെ സ്ലോ ആൻഡ് ഗ്രാജുവൽ ആയിട്ട് വെയിറ്റ് ലൂസ് അനുഭവപ്പെട്ടിട്ടുണ്ട്. 5 മന്ത്സിൽ 5 kgs എനിക്ക് കുറയ്ക്കാൻ പറ്റി. അതൊരു വലിയ അച്ചീവ്മെൻ്റ് അല്ല എന്ന് എനിക്കറിയാം. പക്ഷേ പെട്ടെന്ന് തന്നെ ഡ്രാസ്റ്റിക്കലി വെയിറ്റ് ലൂസ് ചെയ്യുകയാണെങ്കിൽ ലൂസ് സ്കിൻ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് പയ്യെ വെയിറ്റ് ലൂസ് ചെയ്യാനാണ് ഇഷ്ടം. വെയിറ്റ് ലോസിനെ പറ്റി സംസാരിക്കുമ്പോഴാണ് ഫുഡ് ഇമ്പോർട്ടൻ്റ് എലിമെൻ്റ് ആയിട്ട് മാറുന്നത്. എൻ്റെ വെയിറ്റ് ലോസ് ആവാതിരുന്ന റീസൺ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഫുഡാണ്. ചില സമയങ്ങളിലൊക്കെ ഹസ്ബൻഡിനേക്കാളും കൂടുതൽ ഫുഡ് ഞാൻ കഴിക്കാറുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പോർഷൻ കൺട്രോൾ പ്ലേറ്റ് സിസ്റ്റത്തിനെ പറ്റിയിട്ട്. വേറെ ഒന്നുമല്ല, ചെറിയ പാത്രത്തിൽ ഭക്ഷണം എടുത്ത് കഴിക്കാം. ഈ ചെറിയ പാത്രത്തിൽ എടുത്ത് കഴിക്കുന്ന ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ അറിയാം എൻ്റെ വിശപ്പിന് എത്രത്തോളം റൈസും കറിയും സബ്സിയും ആവശ്യമുണ്ട്. എൻ്റെ ബോഡിക്ക് 1600 കാലറീസിൻ്റെ ആവശ്യമുള്ളൂ. അത് ആ കാലറീസ് നമ്മുടെ പ്ലേറ്റിലെത്തുമ്പോൾ എത്രത്തോളം അളവിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്തത് ഈ പോർഷൻ കൺട്രോൾ പ്ലേറ്റ്സ് ആണ്. ഞാൻ യോഗ പഠിക്കാൻ പോയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ താഴെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. ഫോണില്ല, TV ഇല്ല, ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതാണ് ഭക്ഷണം എക്സ്പീരിയൻസ് ചെയ്തിരുന്നത്. അന്ന് പ്രോമിസ് ചെയ്തതാണ്, ഇനി തൊട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ 100% റെസ്പെക്റ്റ്, ഗ്രാറ്റിറ്റ്യൂഡ് എൻ്റെ പാത്രത്തിലുള്ള ഫുഡിന് വേണ്ടിയിട്ടായിരിക്കും. ഞാൻ ഈ കുക്കിംഗ് ചെയ്യുന്നത് 30 മിനിറ്റ് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ദിവസം 10-12 മണിക്കൂർ ഈ ഫുഡ് എൻ്റെ പാത്രത്തിൽ വരാനായിട്ടുള്ള ഒരു പകപ്പാടാണ്. ഞാൻ എൻ്റെ എനർജി, എൻ്റെ ഹാർഡ് വർക്ക്, എൻ്റെ ജോലി എല്ലാം ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ എൻ്റെ ഫുഡ് എൻ്റെ പ്ലേറ്റിൽ വരുമ്പോൾ അത്രയ്ക്ക് റെസ്പെക്റ്റ് എനിക്ക് അതിനോട് കാണിക്കണം എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായത്. ഡിസ്ട്രാക്ഷൻസ് മാത്രമല്ല, നമ്മൾ താഴെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഈ പോസ്ചറിനെ പറയുന്നതാണ് സുഖാസൻ. ഏതൊരു റിലീജിയസ് ടെമ്പിൾ എടുത്താലും നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ആ ഒരു ടെമ്പിളിൽ താഴെ ഇരുന്നിട്ടാണ്. അത് നമ്മുടെ ഒരു സിമ്പിളാണ് ഓഫ് ഷോയിങ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് റെസ്പെക്റ്റ്. അതല്ലാതെ തന്നെ സയൻറ്റിഫിക്കലി നമ്മുടെ ഫിസിക്കൽ ബോഡി മൂവ്മെൻറ്റ് നിങ്ങൾ കാണുവാണെങ്കിൽ, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പെൽവിക് റീജിയൻ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് മൂവ്മെൻറ്റ് ആവുന്നുണ്ട്, അബ്ഡോമിനൽ മസിൽ കംപ്രസ് ആവുന്നുണ്ട്. ഇത് നമ്മുടെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യും. എൻ്റെ ഫിസിക്കൽ ഹെൽത്തി ഹാബിറ്റ്സിനെ പറ്റിയിട്ട് നിങ്ങൾ കണ്ടു. എൻ്റെ മെൻ്റൽ ഹെൽത്തി ഹാബിറ്റിന് വേണ്ടിയിട്ടാണ് ലാഫ്റ്റർ ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ. ഞാൻ റീസെൻ്റ്ലി ഒബ്സർവ് ചെയ്തത് മിനിമം 2 hours ഓഫ് എൻ്റെ സ്ക്രീൻ ടൈം ആവുന്നുണ്ട്. ഫോൺ അല്ലെങ്കിൽ ഏത് വേറെ സ്ക്രീൻ ആയാലും മിനിമം 2 hours. 2 hours ഇതൊരു വലിയ എമൗണ്ട് ഓഫ് ടൈമാണ്. ഇതിൽ ഞാൻ 10-20% വാട്സപ്പിലും 80% ഓഫ് ദ ടൈം ഇലസ്ട്രേഷൻസ്, കോമിക്സ് അല്ലെങ്കിൽ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള സീരീസൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ കുറേ നല്ല ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ അവരുടെ കോമിക്സ്, ഇലസ്ട്രേഷൻസ് നമ്മളൊക്കെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം അല്ലാതെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന സീരീസ് കാണാൻ വേണ്ടിയിട്ടും ഞാൻ സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫ്രണ്ട്സ് എന്ന സീരീസ് കാണാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇപ്പോൾ എന്നെ ലൈറ്റ് ഹാർട്ടഡും മൂഡ് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു സീരീസാണ്.
ഒട്ടുമിക്ക പെൺകുട്ടികൾ ഒരുമിച്ച് പറയുന്നൊരു കാര്യമാണ് ക്ലീൻ ഹോം ഇസ് ഈക്വൽ ടു ഹാപ്പിനെസ്. എനിക്ക് എക്സാക്ട്ലി 15 മിനിറ്റ്സിൻ്റെ മോർണിംഗ് റുട്ടീനാണുള്ളത് ക്ലീനിങ്ങിൻ്റെ, മോപ്പിംഗ് ആൻഡ് ഡസ്റ്റിംഗ്. ക്ലീനിങ്ങിലെ ആദ്യത്തെ പ്രോസസ്സാണ് ഡസ്റ്റിംഗ്. ഇങ്ങനത്തെ ഒരു ഡസ്റ്റർ വെച്ചിട്ട് ടേബിൾ ടോപ്സ് എല്ലാം ആദ്യം ക്ലീൻ ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് മോപ്പിംഗ്. മോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫിനോയിൽസ് അല്ലെങ്കിൽ ഹാർഷ് കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാറില്ല. വെറും ചൂടുള്ളൊരു വെള്ളം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ 4 to 5 drops ഓഫ് എസെൻഷ്യൽ ഓയിൽ. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ടീ ട്രീ ഓയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നീം ഓയിലും യൂസ് ചെയ്യാം. COVID-19 എന്ന് പറയുന്ന ഈ കുട്ടി വൈറസ് എനിക്ക് ശരിക്കും പേടിപ്പിച്ചൊരു കാര്യമാണ് റെസ്പിറേറ്ററി ഡിസീസസ്. നമ്മളെല്ലാവരിലും ജനറ്റിക് മെറ്റീരിയൽ വേറെ വേറെയാണ്. അതുകൊണ്ട് തന്നെയാണ് സയൻറ്റിസ്റ്റ് പറയുന്നത് നമ്മളെല്ലാവരിലും ഒരു വീക്ക് ഓർഗൻ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു എൻ്റെ വീക്ക് ഓർഗൻ റെസ്പിറേറ്ററി ഓർഗൻ്റെ തന്നെയായിരിക്കും. കാരണം എനിക്ക് ഡസ്റ്റ് അലർജി ഉള്ളതുകൊണ്ട്. ഈ ഡസ്റ്റ് അലർജീനെ ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഡസ്റ്റ് ക്ലീൻ തന്നെ ചെയ്യണം. അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഏതൊരു കാര്യവും നമ്മൾ റിപ്പീറ്റേഷൻ മോഡിൽ ഡെയിലി ചെയ്യുമ്പോഴാണ് അത് ഹാബിറ്റ് ഫോം ആവുന്നത്. സിമിലർ ഫോമിലാണ് നെഗറ്റീവ് ഹാബിറ്റ്സും നമുക്ക് ഫോം ആവുന്നത്. സോ വൈ നോട്ട് ഡെവലപ്പ് പോസിറ്റീവ് ഹാബിറ്റ്സ്? ഹ്യൂമൻ ബീയിങ് ഇസ് എ പ്രോസസ്. അതുകൊണ്ടാണ് ഹ്യൂമൻ ബീയിങ്സ് ഒരു നൗൺ അല്ല, വേർബാണ്. On that positive note, me signing off. Until next time, take very good care of yourself. Bye.